കേരള ബാങ്കിലെ പണയ സ്വർണം മോഷണം പോയ സംഭവത്തിൽ ബാങ്കിന്റെ മുൻ ഏരിയ മാനേജർ ചേർത്തല നഗരസഭ 2-ാം വാർഡിൽ തൊട്ടുംകര വീട്ടിൽ മീര മാത്യു അറസ്റ്റിൽ. 9 മാസമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇവരെ പട്ടണക്കാട് പോലീസാണ് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഇവർ ഹൈക്കോടതിയിൽ നൽകിയിരുന്ന മുൻകൂർ ജാമ്യ ഹർജി ഡിസംബറിൽ പിൻവലിച്ചിരുന്നു. FIR റദ്ദാക്കണമെന്ന് കാട്ടി മീര മാത്യു നൽകിയ ഹർജിയിലും തീരുമാനമായിരുന്നില്ല. ഇതോടെയാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. കേരള ബാങ്കിന്റെ ചേർത്തല സായാഹ്ന ശാഖ, പട്ടണക്കാട്, അർത്തുങ്കൽ എന്നിവിടങ്ങളിൽ നിന്നായി 335.08 ഗ്രാം പണയ സ്വർണം മോഷണം പോയെന്ന പരാതിയിലാണ് അറസ്റ്റ്. ശാഖകളിലെ മാനേജർമാർ നൽകിയ പരാതിയിലാണ് ബാങ്കിന്റെ ഏരിയ മാനേജറായിരുന്ന മീര മാത്യുവിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തത്. ചേർത്തല സ്റ്റേഷനിൽ 2ഉം പട്ടണക്കാട്, അർത്തുങ്കൽ സ്റ്റേഷനുകളിൽ ഓരോ കേസും വീതമാണ് എടുത്തിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് 2023 ജൂൺ 7-ന് മീര മാത്യുവിനെ കേരള ബാങ്ക് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. തുടർന്നാണ് ശാഖകളിൽ നിന്ന് പോലീസിൽ പരാതി നൽകിയത്. 12-ന് പോലീസ് മൊഴിയെടുത്തു. കേസ് രജിസ്റ്റർ ചെയ്ത് 9 മാസം പൂർത്തിയായ ദിവസമാണ് അറസ്റ്റ്. ചേർത്തല നടക്കാവ് ശാഖയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടത്. അതായത് 171.300 ഗ്രാം സ്വർണമാണ് നഷ്ടപ്പെട്ടത്. ചേർത്തല പ്രധാന ശാഖയിൽ നിന്ന് 55.480 ഗ്രാമും പട്ടണക്കാട് ശാഖയിൽ നിന്ന് 102.300 ഗ്രാമും അർത്തുങ്കൽ 6 ഗ്രാമും സ്വർണമാണ് മോഷ്ടിക്കപ്പെട്ടത്. ബാങ്കുകളിലെ പണയ സ്വർണം പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏരിയ മാനേജറായിരുന്നു മീര മാത്യു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ. ചേർത്തല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1-ൽ ഹാജരാക്കിയ മീര മാത്യുവിനെ റിമാൻഡ് ചെയ്തു. കേരള ബാങ്കിലെ പണയ സ്വർണ്ണ ഇടപാടുകൾ സുതാര്യവും സുരക്ഷിതവുമാക്കുന്നതിന്റെ ഭാഗമായി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥയായിരുന്നു മീര മാത്യു. 2022 മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് ശാഖകളിൽ നിന്ന് സ്വർണം നഷ്ടമായെന്നാണ് FIR-ൽ പറയുന്നത്. പരിശോധനയ്ക്കിടെ തന്ത്രപരമായി സ്വർണം മാറ്റിയുള്ള തട്ടിപ്പാണ് നടന്നത്. വലിയ അളവിൽ സ്വർണമെടുക്കാതെ ഓരോ ബാഗിൽ നിന്നും ഏതാനും ഉരുപ്പടികൾ മാത്രം എടുക്കുന്ന തന്ത്രമായിരുന്നു ഇവർ നടപ്പാക്കിയത്. ഉന്നത ഉദ്യോഗസ്ഥയായിരുന്നതിനാൽ പരിശോധനയ്ക്കെത്തുമ്പോൾ ശാഖയിലെ ജീവനക്കാരും സംശയിച്ചിരുന്നില്ല. സ്വർണം നഷ്ടമായ വിവരവും ഇവർ തന്നെയാണ് അനൗദ്യോഗികമായി ജീവനക്കാരെ അറിയിച്ചിരുന്നതെന്നാണ് വിവരം. ഇതിനുശേഷം നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ ഉത്തരവാദിത്തം ജീവനക്കാരിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഒത്തുതീർപ്പായി നഷ്ടപ്പെട്ട സ്വർണത്തിന് ആനുപാതികമായ തുക ജീവനക്കാരിൽ നിന്നും തന്നെ ഈടാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു ഇവരുടെ ശൈലി. ഏറ്റവും അധികം സ്വർണം നഷ്ടപ്പെട്ട ചേർത്തല സായാഹ്ന ശാഖയിൽ ഇതേ തന്ത്രം സ്വീകരിച്ചപ്പോൾ വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ സംശയമുയർത്തിയതോടെയാണ് മോഷണ വിവരം പുറത്തായതും ബാങ്ക് ഉന്നത തലത്തിൽ ഇടപെട്ടതും. കഞ്ഞിക്കുഴിയിലും മണ്ണഞ്ചേരിയിലും മീര മാത്യു മാനേജറായി ജോലി നോക്കിയ സമയത്തു സ്വർണം നഷ്ടപ്പെട്ട സംഭവങ്ങളുണ്ട്. അതെല്ലാം ജീവനക്കാരുടെ തലയിൽ വെച്ച് ഇവർ രക്ഷപ്പെടുകയായിരുന്നു. കൂടുതൽ സ്വർണം പണയം വെക്കുന്നവരെ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ തട്ടിപ്പും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.